ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ രാജലക്ഷ്മിയമ്മ ആ കടുത്ത തീരുമാനം അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ ആരും ചെമ്പകമംഗലം വിട്ട് പോകുന്നില്ല എന്ന രാജലക്ഷ്മിയുടെ വാക്ക് കേൾക്കുന്ന സാവിത്രി പറഞ്ഞു, ശരി, അതൊക്കെ സമ്മതിക്കാം, പക്ഷെ ഈ വീട് രണ്ടായി ഭാഗിക്കണം. അത് കേട്ടതോടെ ജയരാമനും മറ്റുള്ള എല്ലാവരും ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അവരുടെ നിർബന്ധപ്രകാരം ചെമ്പകമംഗലത്തെ രണ്ടായി പകുത്തു മാറ്റുന്നു. ഈ സമയത്ത് വീട്ടിൽ വന്നെത്തിയ എല്ലാവരും പരസ്പരം അവരുടെ സൈഡിൽ തന്നെ നിൽക്കണമെന്ന് സാവിത്രി ആഹ്വാനം ചെയ്യുന്നു. കുട്ടികൾ വന്ന് മീനാക്ഷിയോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോ മീനാക്ഷിയുടെ അരികിലേക്ക് ജഗദീപിന്റെ കുട്ടികൾ വരാനായി ശ്രമിക്കുന്നത് കണ്ട് സാവിത്രി പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ഭാഗത്ത് തന്നെ നിന്നോണം, മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് കടന്നു കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പോലും താക്കീത് ചെയ്യുന്നു. ഈ സമയത്ത് രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന മൈഥിലിയെയും വൈശാഖിനെയും പോലീസുകാർ പല സ്ഥലത്ത് വെച്ച് വണ്ടി നിർത്തി പരിശോധന നടത്തുമ്പോ അവസാനം ആ ടാക്സി ഡ്രൈവറെ കൂടി പോലീസ് പിടികൂടുന്നു. ടാക്സി ഡ്രൈവറുടെ നേരെ ആ ഫോട്ടോകൾ കാണിക്കുന്നത് കണ്ട് അയാൾ മൈഥിലിയെയും വൈശാഖിനെയും തിരിച്ചറിയുന്നു. വൈശാഖ മൈഥിലിയോട് പറഞ്ഞു, കാർത്തികിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാർ നമ്മളെയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. എങ്ങനെയും അവരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനായി വൈശാഖ് പുതിയ തന്ത്രം പ്രയോഗിക്കുന്നു.